അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ഓൾറൗണ്ടർ റെസിപ്പിയാണ് കേട്ടോ. അതായത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു പിത്ത ബ്രെഡ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. പിന്നെ ഓവനില്ലാത്തവർക്കും ഓവനുള്ളവർക്കും ഇത് തയ്യാറാക്കാം. ഞാൻ രണ്ട് രീതിയിലും തയ്യാറാക്കി നോക്കിയിട്ട് എപ്പോഴും കുക്ക് ചെയ്യാൻ സൗകര്യമില്ലാത്തവർക്കൊക്കെ ഇത് റെഡിയാക്കിയിട്ട് ഒരു 1-2 ദിവസം പുറത്ത് സൂക്ഷിക്കാം. അതിൽ കൂടുതലാണെങ്കിൽ ഫ്രിഡ്ജിലും സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നാനുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 200 ഗ്രാം മോസറല്ല ചീസ് വേണം. 2 ടേബിൾ സ്പൂണ് ഗ്രീക്ക് യോഗർട്ട്, അതല്ലെങ്കിൽ 2 അൽമറായിൻ്റെ ക്രീം ചീസ് ക്യൂബാണിത്. ഇതാണ് ഞാനെടുത്ത അൽമറായിൻ്റെ ക്രീം ചീസിൻ്റെ 6 പോർഷൻ ഉള്ളത്. ഇതിൽ നിന്ന് 2 എണ്ണമാണ് ഞാൻ 2 ടേബിൾ സ്പൂണിലേക്ക് വേണ്ടി എടുത്തത്. നമുക്ക് കഴിക്കാൻ പറ്റിയ ക്രീം ചീസ് വരുന്നത് ഇത് മാത്രമാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 മുട്ടയാണ്. പിന്നെ 1 ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡർ വേണം. 2 കപ്പ് ബദാം പൊടി വേണം. പിന്നെ ഇത് റെഡിയായി കഴിഞ്ഞതിന് ശേഷം ബട്ടർ ഒന്ന് പുരട്ടി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 10 ഗ്രാം ബട്ടർ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഇതൊന്ന് മെൽറ്റായി വന്നോളും. ആദ്യം നമുക്ക് ഈ ക്രീം മോസറല്ല ചീസും ഇതും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഓവനുള്ളവർക്ക് ഓവനിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം, അല്ലാത്തവർക്ക് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിൽ ഉരുക്കിയെടുക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഈ മോസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഉരുകി വരുന്നുണ്ട്. ഇത് ഉരുകി വരുമ്പോൾ നന്നായിട്ട് ചീസ് ഉരുകിയ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉരുക്കിയെടുത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് ഉരുകി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ക്രീം ചീസ് കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. തീ ഓഫാക്കാം. തീ ഓഫാക്കിയ ശേഷം ക്രീം ചീസ് നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ക്രീം ചീസും മോസറല്ല ചീസും കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഓവനിൽ ചൂടാക്കി എടുക്കുകയാണെങ്കിൽ ഇത് ഒരുമിച്ച് ഒരു പാത്രത്തിലിട്ടിട്ട് 2 മിനിറ്റ് ചൂടാക്കി എടുത്താൽ മതി. അപ്പോഴേക്കും ഇത് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ പുറത്തെടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചാൽ മതി. 2 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇത് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് ബദാം പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ കൂടി ചേർക്കാം കേട്ടോ. കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം. നമുക്കിതൊരു ചപ്പാത്തി മാവ് കുഴച്ചതിൻ്റെ പോലെയുള്ള ഒരു പരുവത്തിൽ കിട്ടണം. ഇപ്പോൾ നല്ലൊരു മാവ് രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിത് മോസറല്ലയിലേക്ക് മിക്സ് ചെയ്യാം. ഇപ്പോൾ നല്ല തൊടാൻ പാകത്തിനൊരു ചൂടായിട്ടുണ്ട്. ഇനി കൈകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ കയ്യിലൊട്ടൂല, നല്ലൊരു പാകത്തിനായിട്ടുണ്ട്. ഇതിന് ഓവനിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിൽ ഉപ്പ് വിതറിയിട്ട് അങ്ങനെയോ ബേക്ക് ചെയ്തെടുക്കണം. ഇത് ചൂടാക്കാൻ വെച്ചിട്ട് ഇത് നമുക്ക് അടച്ചു വെക്കാം. ഇത് 10 മിനിറ്റ് ഇവിടെ ഇരുന്നിട്ട് നന്നായിട്ട് ചൂടാവട്ടെ. ആ സമയം കൊണ്ട് നമുക്കിത് പരത്തിയെടുക്കാം. നമുക്കിതിനെ ഒരു 6 കഷ്ണങ്ങളാക്കാം. തുല്യ അളവിലുള്ള 6 കഷ്ണങ്ങളാക്കാം. അഥവാ ഇങ്ങനെ ഒട്ടാണെങ്കിൽ ഇത്തിരി ബട്ടറോ അല്ലെങ്കിൽ വെള്ളമോ കയ്യിലൊന്ന് പുരട്ടിയിട്ട്
ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ചെറുതായിട്ടൊന്ന് പുരട്ടിയാൽ മതി. അപ്പോൾ ഇതാ നമ്മൾ എടുത്തത് കൊണ്ട് തുല്യ അളവിലുള്ള 6 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ ബേക്ക് ചെയ്യാനുള്ളത് ബേക്കിംഗ് ട്രയലാണെങ്കിലും ഇനിയിപ്പോൾ നമ്മൾ ഈ വെച്ച അലുമിനിയം പാത്രത്തിൽ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എന്നാലും അതിനകത്തേക്ക് ഇറക്കി വെക്കുമ്പോൾ ഇതുപോലെയുള്ളൊരു ട്രയൽ വേണം വെച്ച് കൊടുക്കാൻ. നമുക്ക് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ബോളിനെ നമ്മളെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ പരത്തിയെടുക്കാം. ഈ ഒരു ഷേപ്പിലാക്കി എടുക്കാം. ഇത് ബേക്കിംഗ് ഷീറ്റിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഞാൻ സാധാരണ ഒരു ടിന്നിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സാധാരണ പാത്രത്തിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതിനകത്ത് നന്നായിട്ട് ഇപ്പോൾ ചൂടായിട്ടുണ്ടാകും. ഒരു 8 മിനിറ്റോളായി നമ്മളിപ്പോൾ ചൂടാകാൻ വെച്ചിട്ട്. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തു. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ നാൻ പരത്തിയത് വെച്ച് കൊടുക്കാം. വേഗം അടച്ചു വെക്കാം. ഉപ്പ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് തുറന്നപ്പോൾ നല്ലൊരു ആവി ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. പാത്രത്തിൽ ബേക്കാവാൻ വേണ്ടി വെച്ചത് ഇവിടെ 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. ഉഷാറായിട്ട് നല്ല വണ്ണിച്ച് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്കിത് പുറത്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ബട്ടർ പുരട്ടി കൊടുക്കാം. ഇത് ഞാൻ നേരത്തെ എടുത്തു വെച്ച ബട്ടർ ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി പാർസ്ലി ലീവ്സ് ഉണങ്ങിയതോ ഉണങ്ങാത്തതോ ഉണ്ടെങ്കിൽ ഏതായാലും വേണ്ടിയില്ല, അതൊന്ന് ഇതിൻ്റെ മുകളിൽ മുറിച്ചിട്ട് കൊടുക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി വീണ്ടും ഇത് നമ്മുടെ കലക്കിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പാത്രത്തിൽ വെച്ചത് തുറന്ന് നോക്കാം. അടിഭാഗം നല്ല ഉഷാറായിട്ടുണ്ട്. എന്തായാലും ഞാനിത് പുറത്തെടുക്കുകയാണ്. ഈ കഴിച്ച് നോക്കിയിട്ട് അറിയാം എങ്ങനെയാണ് ടേസ്റ്റ് എന്ന്. ഈ ഉപ്പ് ഇനി നമുക്ക് ഇതേപോലെ ബേക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാം, അതല്ലെങ്കിൽ കറികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇതാണ് ഓവനിൽ വെച്ച് തയ്യാറാക്കിയത്. നമ്മൾ സാധാ പാത്രത്തിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്തത്. നമ്മൾ കാർബ് ലൈഫിലൊക്കെ എന്തെങ്കിലുമൊക്കെ സ്നാക്കായിട്ട് കഴിക്കൂലേ, അതേമാതിരി. ഉപമിക്കാനിപ്പോൾ ഒന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പക്ഷെ ഇതിലേക്ക് കറിയൊന്നും വേണ്ട. ഇതിങ്ങനെ തന്നെ കട്ടൻ ചായയോ ബട്ടർ കോഫിയോ ഒക്കെ കൂട്ടി കഴിക്കാം. ഇതിൻ്റെ മുകളിൽ നമ്മൾ പുരട്ടി കൊടുത്ത ബട്ടറിൻ്റെ നല്ലൊരു രുചിയുണ്ട്. ഒരു കഷ്ണം സോസിൽ കുത്തിയിട്ട് അങ്ങനെ ഉണ്ട് നോക്കട്ടെ. എരിവിനായിട്ട് യോജിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ എങ്ങോട്ടേലും യാത്ര പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയൊരു സാധനമാണ്. നല്ല ഫാറ്റും പ്രോട്ടീനൊക്കെ ഉള്ളതാണ്. ചീസല്ലേ, ചീസ് ബദാം ഒക്കെ ബട്ടറൊക്കെ പുരട്ടിയതായതുകൊണ്ട് നമുക്ക് യാത്രക്ക് പറ്റിയൊരു സംഭവമാണിത്. ഇത് കുറച്ച് സമയം ഇരിക്കും ചെയ്യുമല്ലോ, കേട് വരാതെ കുറച്ച് സമയം ഇരുന്നോളൂ. അതിൻ്റെ ടേസ്റ്റ് ഉണ്ട്. സോസ് കൂട്ടിയിട്ടും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓവനിൽ വെച്ചെടുത്തതാണെങ്കിൽ ഇതാ ഇത്രയും ബേക്കായി എടുത്താലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് യാത്രക്കൊക്കെ പറ്റിയൊരു സംഭവമാണ്. ഇനി നമ്മൾ അലുമിനിയം പാത്രത്തിൽ ബേക്ക് ചെയ്തത് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. നല്ല സോഫ്റ്റായിട്ട് മുറിച്ചെടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. നമ്മൾ ബേക്ക് ചെയ്തെടുത്തത് കുറച്ചും കൂടി നന്നായിട്ട് വെന്ത് മുറുകിയിട്ടുണ്ട്. അപ്പോൾ അത് അതിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. റൊട്ടി അല്ലെങ്കിൽ ബന്ന് പോലത്തെ ഒരു സോഫ്റ്റ് പ്രതീക്ഷിക്കരുത്. പക്ഷെ ഇങ്ങനെ തനിച്ച് കഴിക്കാൻ ആൾ നല്ല ഉഷാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോട് കൂടി ആ ബെല്ലൈക്കൻ ഒന്ന് ഇനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി.